الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. നമ്മുടെ ഈ മഹത്തായ സമയത്ത് ഒരുമിച്ച് കൂടിയതും നാം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കാലങ്ങൾക്കപ്പുറം മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജീവിത സ്മരണകളെയാണ് നാം ഓരോരുത്തരും നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു പരീക്ഷണ ഘട്ടങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിച്ചപ്പോൾ പൂർണ്ണ വിജയത്തിലാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. പരീക്ഷണങ്ങൾ അതിജയിച്ചാൽ തീർച്ചയായും അതൊരു വലിയൊരു വമ്പിച്ച വിജയത്തിലേക്ക് എത്താൻ ഒരു കാരണമാകും എന്നതിൻ്റെ ഒരു തെളിവാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും പ്രിയപ്പെട്ട മഹദി ഹാജറുമ്മ റളിയല്ലാഹു അൻഹായുടെയൊക്കെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട വലിയൊരു മർമ്മപ്രധാനമായൊരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ഒരു പരീക്ഷണങ്ങളോ ഒരു പ്രതിസന്ധികളോ വന്നു കഴിഞ്ഞാൽ അതിൽ താളം തെറ്റിപ്പോകുന്നൊരവസ്ഥ അത് നമുക്ക് വരാൻ വേണ്ടി പാടില്ല. കാരണം അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന സമയത്താണ്, അതും കാലങ്ങളോളം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് എനിക്ക് പാരമ്പര്യം നിലനിർത്താൻ, ഒരു പ്രിയപ്പെട്ട ഒരു കുടുംബം നിലനിർത്തുന്ന ഒരു അസ്തിത്വം എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്, പ്രായ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്താണ് അള്ളാഹു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ചും കൂടി നല്ല ഒരു സന്തോഷത്തോടെ ഉമ്മ വാപ്പ എന്നൊക്കെ വിളിക്കുന്ന സമയത്താണ് അള്ളാഹു പറയുന്നത്, അതും പരിശുദ്ധമായ മക്കയിൽ കുറേ കാലം കാണാത്ത രീതിയിൽ അവിടെ ഒഴിവാക്കിയെന്നും അതല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള ഒരുക്കം അള്ളാഹു ഒരുക്കി കൊടുത്തു എന്നും എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഒരു സ്വന്തം മകനെ ലാളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരുപാട് കൊതിച്ചു കൊണ്ടുവന്നു. നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ചെറിയൊരു തലവേദന വരുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒന്ന് അനുഭവിച്ച് നോക്കിയട്ടെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മക്കളെ കണ്ട് നമ്മൾ ഇവിടത്തേക്ക് എത്തുമ്പോൾ പോലും നമ്മൾ ആ മക്കളിലേക്ക് നമ്മുടെ ഓർമ്മ പോവുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കണത്, ഞാൻ എൻ്റെ ഭാഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങ് പൂർത്തീകരിക്കാൻ തയ്യാറാണോ? ഓക്കെ, ഒരു വിഷയമില്ല. അപ്പോഴാണ് പറയുന്നത്, നിങ്ങളെ മകനെ ബലിയർക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല, തീരുമാനം അങ്ങനെയൊക്കെ തന്നെ എടുത്തു. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തിലുള്ള ഒരു പരീക്ഷണമാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അത് പരമാവധി ക്ഷമിച്ചും സഹിച്ചും നിന്നപ്പോൾ അള്ളാഹു ഒരു വ്യക്തമായൊരു നിലപാട് സമൂഹത്തിന് ബോധിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം നബിയെ, അങ്ങ് സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങ് നേതാവാണ്, ലോകം അറിയപ്പെടുന്ന ഒരു മഹാനേതാവായി അങ്ങയെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാ വഖത്തിലും നമ്മളെ തഹിയാത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറയാണ്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അങ്ങേയറ്റം നെഞ്ചിലേറ്റി അത് എത്ര കഠിന പരിശ്രമങ്ങൾ നടത്തിയിട്ടാണെങ്കിലും നടത്തുമെന്ന തീരുമാനമെടുത്തപ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ധാരാളം പരീക്ഷണങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. രോഗങ്ങളാലും അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ചും വ്യത്യസ്തമായ പല രീതിയിലുള്ള പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി പരമാവധി നമ്മുടെ ജീവിതത്തെ സ്പഷ്ടമാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമുക്ക് ഇൻഷാ അള്ളാഹ് നല്ലൊരു വിജയത്തിലേക്ക് എത്താം. അള്ളാഹു സഹായിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ഒരുപാട് നന്മകൾ ചെയ്തവരാണ്. ബലിയുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ മൃഗത്തെ ഏറ്റെടുത്തവരുണ്ട്. അത് ഓരോഹരിയായും മുഴുവനായിട്ടൊക്കെ ഏറ്റെടുത്തവരുണ്ട്. അതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. പറ്റുന്നവരൊക്കെ അവരെ സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥകൾ കേൾക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ നാട് അള്ളാഹു അനുഗ്രഹിച്ച നാടാണ്. വേദാമ്പുറം മഹല്ല് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. ഓരോ പദ്ധതികളും ഓരോ സംരംഭങ്ങളും തുടക്കം കുറിച്ചപ്പോൾ എല്ലാറ്റിനും പൂർണ്ണ വിജയം നൽകി. ഇവിടുത്തെ ഓരോരുത്തരും അവരുടെ ഹൃദയം നിറഞ്ഞ
പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാ രീതിയിലും അർഹിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ മഹല്ല് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളൊക്കെ ഏതെല്ലാം രീതിയിലാണോ അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇൻഷാ അള്ളാ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ മഹല്ല് മാതൃകാ മഹല്ലായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. ജുമാ നിസ്കാരങ്ങളൊക്കെ അൽഹംദുലില്ലാ നേരത്തെ എത്തിപ്പെടുന്നതും അതേപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പഴയകാല ചരിത്രങ്ങളിൽ നിന്നൊക്കെ മാറി എത്രയോ നമ്മുടെ മഹല്ല് നന്മയുടെ വഴികളായി 100% പറയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും രോഗികളുണ്ട്. നമ്മുടെ ഈ സമയത്ത് പോലും ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത പല രോഗികളും നമ്മുടെ പല വീടുകളിലും കഴിയുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരാണ്. പേരെടുത്ത് പറയല്ല, ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകിച്ച് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. കുടുംബ ബന്ധം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെയുള്ളൊരു പെരുന്നാളിൻ്റെ തലേന്ന് എന്ന് വെച്ചാൽ ഇന്നലെ അറഫ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു എന്തോ ഒരു പ്രതിസന്ധി മുമ്പിലേക്ക് വന്നതുപോലെ തോന്നി. സ്വഹാബത്തിനോടെല്ലാം ഒറ്റടിക്ക് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം ചേർക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ ഈ സെക്കൻഡ് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണം. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല. ഉടനെ തന്നെ നിങ്ങൾ പുറത്തു പോകണം. കൂട്ടത്തിലൊരു സഹാബി എഴുന്നേറ്റു. ഒരു സഹാബി മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. സഹാബി പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് റസൂലുള്ളാഹിന്റെ ആ സവിധത്തിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ ഇളയമയോട് ചെറിയൊരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ചെറിയൊരു ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ മുഖം കണ്ടപ്പോൾ അതത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എൻ്റെ ഈ ഇരിക്കുന്ന സദസ്സിന് ദുആ കിട്ടാതിരിക്കാൻ ഇതൊരു കാരണമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് ഈ പരിശുദ്ധ അറഫ ദിവസം എന്നുള്ളത് എല്ലാ ബന്ധങ്ങളെയും ചേർത്തിണക്കേണ്ടതാണ്. നമ്മൾ കണ്ടല്ലോ, പരിശുദ്ധ അറഫ എന്ന് പറഞ്ഞത് തന്നെ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം അതുപോലെ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും കാലങ്ങളോളം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തി അവസാനം എത്തിപ്പെട്ടത് പരിശുദ്ധ അറഫയിലാണ്. ആ അറഫ മൈതാനയിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുന്നത്, ഒരിക്കലും കുടുംബ ബന്ധം വിച്ഛേദിച്ച് കളയരുതേ, എല്ലാവരും ചേർത്ത് പിടിക്കണമെന്ന്. അതുകൊണ്ട് നമുക്കിന്നൊരു അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കണം. ഒരു ഉമ്മയോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ, പെങ്ങളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ, നാമുമായി ബന്ധപ്പെടുന്നവരോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 5 നേരം നമ്മൾ സുജൂദ് ചെയ്തതിന്റെ ഫലം ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാം മറന്നു കൊടുക്കണം. ശക്തമായതെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കണം. പരസ്പരം സലാം പറയണം. സ്നേഹത്തോടെ നിൽക്കണം. തിരിച്ച് നമ്മളോട് എതിര് പറഞ്ഞാലും നാം അവരോട് നന്മകൾ മാത്രം പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ച് മടങ്ങിയാൽ അവനിക്ക് സ്വർഗം റിസർവേഷൻ ചെയ്യപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം മനോഹരമായ ദിവസമാണ്. പുഞ്ചിരിക്കുന്ന മുഖങ്ങളാണ്. നല്ല പുതുപുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചവരാണ്. എന്തോ ഒരു അനുഭൂതി നമ്മളിലൊക്കെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സംവിധാനം നമ്മൾ ഈ ദിവസത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുടുംബ ബന്ധം ചേർത്തുകൊണ്ടും സ്വതക്കകൾ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഉസ്താദുമാർക്കും പ്രായമുള്ളവർക്കൊക്കെ രോഗികൾക്കൊക്കെ സ്വതക്ക കൊടുത്തുകൊണ്ടും അതുപോലെ ഏതെല്ലാം രീതിയിലുള്ള നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദിവസത്തെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രവാസ ലോകത്തിലുള്ളവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ ഖൈർ പ്രദാനം ചെയ്യട്ടെ. പല രീതിയിലും ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 8 മണിയാണ് നമ്മൾ പറഞ്ഞ സമയം. 8 മണി കൃത്യം ഇവിടെ ആയിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിസ്കാരം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് ഖുത്ബയും, ആ ഖുത്ബ കഴിഞ്ഞതിന്റെ ശേഷം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ സ്വജീവിതത്തിലേക്കും പ്രത്യേകിച്ച് കൊണ്ട് വളരെ അർഹതപ്പെട്ട ഒരു ദിവസം എന്ന രീതിയിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതവും സന്തോഷിക്കണമെന്ന കരുത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരു യാസീനെ കോതിയിട്ട് ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. കുറഞ്ഞ സമയം നല്ലതിന് വേണ്ടി ചെലവഴിച്ചാൽ
വലിയ സമയം കഷ്ടപ്പാടുകളെ അള്ളാഹു തട്ടിമാറ്റാൻ ഒരു കാരണമായേക്കാം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും ഏത് സദസ്സാണെങ്കിലും അത് വിലപിടിപ്പുള്ളതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നേറുക. അള്ളാഹു സഹായിക്കട്ടെ. നമ്മൾ ഓരോ സംരംഭത്തെയും പരമാവധി ഏതെല്ലാം രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹല്ലത്തിനെ പൂർവോപരി ഉന്നതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഒരുപാട് ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം നൽകുന്നവർ, അതുപോലെ വരിസംഖ്യ നൽകുന്നവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി കിട്ടി നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ വെള്ളിയാഴ്ചകൾ നൽകുന്ന സ്വതക്കകൾ, അതുപോലെ ഇർഫാനിയ സ്ഥാപനത്തിന് വേണ്ടി മദ്രസ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഏതെല്ലാം മേഖലകളിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു നാണയം ചെലവഴിച്ചിട്ടുണ്ടോ അള്ളാഹുവേ ഈ പരിശുദ്ധ ദിവസത്തിൽ പകരം അവർക്ക് നീ കോടികളുടെ റഹ്മത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ എന്ന് മാത്രം വളരെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിസ്കാരം തുടങ്ങുകയാണ്. ബലിപെരുന്നാൾ നിസ്കാരമാണ്, എല്ലാവർക്കും അറിയല്ലോ. ആദ്യത്തെ തക്ബീറിൽ 7 തവണ ഓരോന്നിൻ്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നു. രണ്ടാമത്തതിൽ 5 തക്ബീർ കിട്ടുന്നു. ഇൻഷാ അള്ളാഹ് സലാം വെട്ടിക്കഴിഞ്ഞു ഉടനെ ഖുത്ബ ഓതുന്നു. ശേഷം യാസീൻ ഓതി ദുആ ചെയ്ത് സ്നേഹത്തോടെ ഒരുപാട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇനി കുറച്ച് കാലങ്ങൾക്ക് അകലെ നിന്ന് കാണുന്നവരാണെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ടും ഇതൊക്കെ പാപമോചനങ്ങൾ പൊറുപ്പിക്കാനും ശക്തമായ സുന്നത്തുകളും ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് നമ്മുടെ ദിവസത്തെ ഖൈറായി കൊണ്ടുപോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. خلق السماوات والأرض بقادر على أن يخلق مثلهم ولا وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون وسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العليم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على رسولك سيدنا مولانا محمد اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم اجعلنا من الفائزين ولا تجعلنا من الخاسرين يا أرحم الراحمين أرحم الرحمن يا الله സാധുക്കളായ ഞങ്ങൾ നിന്റെ പരിശുദ്ധമായ പവിത്രമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയത് പവിത്രമായ ബലിപെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഉയർത്തുന്ന കരങ്ങളാണ് റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അതിശക്തമായ പരീക്ഷണങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ വിജയം കാണിച്ച മാതൃകയാക്കിയ പ്രിയപ്പെട്ട ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവേ അവിടുത്തെ ഏറ്റവും വലിയ സ്മരണകൾ ആണ്ടുതോറും പുതുക്കുന്ന ഈ പവിത്രമായ സമയത്ത് ഞങ്ങളെയും നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ കുറവാണ് റബ്ബേ, ഞങ്ങളെ ഈമാനിനെ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഈ സെക്കൻഡുകൾ ഞങ്ങൾക്ക് വിലപിടിപ്പുള്ളതാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സമയത്ത് എല്ലാ സമയങ്ങളും ഞങ്ങൾക്ക് ഖൈറായി വരുമെന്ന പ്രതീക്ഷയിൽ വളരെ വേണ്ടപ്പെട്ട ഈ സെക്കൻഡുകൾ ഞങ്ങൾ ഖുർആൻ ഓതി ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെ കൈവിടല്ല റഹ്മാനെ. പടച്ചവരെ ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് നീ ഖൈറാക്കി തരണേ അല്ലാ. എല്ലാ ശർറുകളെയും തട്ടി മാറ്റണേ അല്ലാ. മുസീബത്തുകളെ അകറ്റണേ അല്ലാ. സിഹറുകളെ ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറുകൾ ഇല്ലാതാക്കണേ അല്ലാ. ശൈത്വാനിയത്തിന്റെ ഉപദ്രവം ഞങ്ങളിൽ ഇല്ലാതാക്കണേ അല്ലാ. ഉണ്ടെങ്കിൽ നീ അത് അത്ഭുതകരമായി മാറ്റണേ റഹ്മാനെ. ശത്രുക്കളെ നീ രക്ഷപ്പെടുത്തണേ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ.
അല്ലാഹുവേ ദീനിന്റെ ശത്രുക്കളാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നീ എതിർക്കപ്പെടുന്നവരിൽ ഞങ്ങൾ ആരെയും ചേർക്കല്ല റഹ്മാനെ. അല്ലാഹുവേ നിനക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെയും മക്കളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും നീ അനുവദിക്കണേ റഹ്മാനെ. വഴിതെറ്റിപ്പോകുന്നവരായി നീ ആരെയും മാറ്റല്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ ചോദിക്കാനൊന്നും അർഹതയുണ്ടായിട്ടല്ല എങ്കിലും നിന്റെ ഔദാര്യവും ഈ സമയവും നീ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളേറെ സന്തോഷവാന്മാരാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ദുആഇന്റെ ഫലം ആസ്വദിക്കാൻ വേണ്ടി ഇരുന്നവരാണ്. അതുകൊണ്ട് നീ തട്ടിക്കളയല്ല അല്ലാ, നീ വെറുകയോടെ വിടല്ല അല്ലാ. ഞങ്ങളെ പൊന്നു മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എന്തൊക്കെയോ കേൾക്കുന്നതാണ് പടച്ചവനെ. ഞങ്ങളെ മക്കൾ ഒരു വഴികേടിലേക്കും നീ പോകുന്നൊരവസരം ഉണ്ടാക്കല്ല റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പടച്ചവനെ ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്കൊരു വേദനയും നൽകല്ല റഹ്മാനെ. ഒരു കഷ്ടപ്പാടും കാണിക്കല്ല അല്ലാ. ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി വളർത്തിയതാണ്. ഇന്ന് ഞങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നുന്നില്ലെങ്കിൽ റബ്ബേ, ഞങ്ങളോട് എന്ത് അതിക്രമങ്ങളാണ് ഞങ്ങൾ അവരോട് ചെയ്തതെന്നറിയില്ല. മാപ്പാക്കണേ റഹ്മാനെ. അവരോട് സ്നേഹം മാത്രം ഞങ്ങളിലേക്ക് ചേർക്കണേ അല്ലാ. അവർക്ക് ഞങ്ങളോട് ഇഷ്ടം വെപ്പിക്കണേ റഹ്മാനെ. അവർക്ക് ഞങ്ങളോട് ഇഷ്ടമല്ലാതെ ഞങ്ങളോട് വെറുപ്പ് തോന്നുന്നൊരവസ്ഥ നീ എത്തിക്കല്ല റബ്ബേ. പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ആരടി മണ്ണിലാണ് റബ്ബേ. ഇന്നത്തെ സന്തോഷത്തിൽ അവർ പങ്കാളികളല്ല. അവരുടെ ഖബറ് വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളോദിയ ഖുർആൻ ശരീഫ് ഞങ്ങളുടെ ഹബീബിന്റെ ഹദറത്തിൽ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ ഹദറത്തിൽ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊന്നുമക്കള് പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അതുപോലെ അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, മശായിഖന്മാരുടെയൊക്കെ ഹദറത്തിൽ എത്തിക്കണേ അല്ലാ. വിശിഷ്യ ഞങ്ങളുടെ മൗലാത്തങ്ങളുടെ ഹദറത്തിൽ എത്തിക്കണേ അല്ലാ. ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെയൊക്കെ ഹദറത്തിൽ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, ഈ പരിശുദ്ധ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ നിന്റെ മഹാന്മാരെ ആദരിക്കുന്നു എന്നാണ്. അവരെ ബഹുമാനിക്കുന്നവരാക്കണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ ബഹുമാനം അതേത് ശിആർ ഏതൊക്കെയാണെങ്കിലും അതിനെ നെഞ്ചിലേറ്റുന്ന ഈമാൻ തരണേ റഹ്മാനെ. അതിനെ നിന്ദിക്കുന്നവരാക്കല്ല റബ്ബേ. അറിവില്ലാത്തതിന്റെ പേരിൽ മോശക്കാരാക്കുന്നവരാക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാ. ഈ നല്ല ദിവസത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കണേ അല്ലാ. കൂട്ടുകുടുംബങ്ങളെ റബ്ബേ സ്നേഹത്തിലാക്കണേ അല്ലാ. എത്രയോ കല്യാണം കഴിഞ്ഞ പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ട്. പലരും അവരവരുടെ ജീവിതത്തെ കുറിച്ച് അറിയാത്തതിന്റെ പേരിലാണ്. പലരും വ്യത്യസ്ത പ്രശ്നങ്ങളിലാണ് റഹ്മാനെ. അവർക്ക് നല്ല ബോധം നൽകണേ റഹ്മാനെ. നല്ല ബന്ധവും ചേർച്ചയും നൽകണേ അല്ലാ. നല്ല സന്തതികളെ സമ്മാനിക്കണേ അല്ലാ. എത്രയോ ഞങ്ങളുടെ നാട്ടിലുണ്ട് ചെറുപ്പക്കാരായ പലരും കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്നവരാണ്. പ്രായം കഴിഞ്ഞവരുണ്ട് റഹ്മാനെ. യോജിച്ച ഗണകളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളുമായിട്ടുമുണ്ട് റബ്ബേ, അവർക്ക് യോജിച്ച ഗണകളെ നൽകണേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട്, അവർക്ക് നല്ല ഉയർച്ച നൽകണേ അല്ലാ. അതുപോലെ പ്രവാസ ലോകത്തിലുള്ളവരുണ്ട് റബ്ബേ, ഞങ്ങളേറെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലാഹുവേ. അവരുടെ എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്. ഞങ്ങൾ വേദാമ്പറം മഹൽ എന്ന് പറയുമ്പോൾ ഏറെ നെഞ്ചിലേറ്റുന്നവരാണ്. ആരെയും നീ ഒരു രീതിയിലും പരാജയപ്പെടുത്തല്ല റബ്ബേ. അവരുടെ ജോലിയിൽ, മക്കളിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, യാത്രയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, പള്ളിക്ക് പറഞ്ഞാലും കോളേജിന് പറഞ്ഞാലും മദ്രസക്ക് പറഞ്ഞാലും ഒരു മടി കൂടാതെ എടുത്തു തരുന്നവരാണ് റബ്ബേ. നീ പകരം മടി കൂടാതെ നീ അവർക്കും കൊടുക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ രീതിയിലും ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട് നീ ഇഷ്ടപ്പെടുന്ന നാടാക്കണേ അല്ലാ. ഇത് നല്ല ഇസ്സത്തിന്റെ നാടാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നവരാക്കി മാറ്റണേ അല്ലാ. മുസീബത്തുകളില്ലാത്ത നാടാക്കണേ അല്ലാ. ശർറുകളും രോഗങ്ങളും പിടിപെടാത്ത നാടാക്കണേ അല്ലാ. പടച്ചവനെ, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ മാലാഖമാരെ സംരക്ഷിക്കുന്ന നാടാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ നൽകിയോ, ഭക്ഷണങ്ങൾ നൽകിയോ, സംഖ്യകൾ നൽകിയോ, ആരെയും നീ കൈവിടല്ല അല്ലാ. ഈ പെരുന്നാളിന്റെ ദിവസത്തിലും ഒരൽപ്പം ദുആഇന് വേണ്ടി ചെലവഴിച്ച ഈ പ്രിയപ്പെട്ടവരുടെ സമയം ഒരിക്കലും നീ അത് ഏറ്റവും വിലപിടിപ്പുള്ളതല്ലാത്ത നിമിഷങ്ങൾ നീ അവർക്ക് കാണിച്ചു കൊടുക്കല്ല റബ്ബേ. ഈ കുറഞ്ഞ സമയമാണെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായി
നീ രേഖപ്പെടുത്തണേ റഹ്മാനെ. ഭാഗ്യവാന്മാരിൽ ചേർക്കണേ അല്ലാ. എല്ലാ രീതിയിലും നീ സംരക്ഷിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയി ഞങ്ങളുടെ കരടിന്റെ കഷ്ണങ്ങളായ പലരുമുണ്ട്. അവരിന്ന് ആരടി മണ്ണിലാണ്. ഞങ്ങൾ ഇന്ന് സന്തോഷിക്കുമ്പോ, ഞങ്ങൾ ഇന്ന് ഓടി നടക്കുമ്പോൾ അല്ലാ, അവരുടെ ഖബറിൽ നീ വെളിച്ചം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിട്ട് നീ അവരുടെ ഖബറിൽ വെളിച്ചമാക്കി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സുഅദാഇൽ മഖ്ബൂലീന വലാ തജഅൽനാ മിനൽ അസ്ഖിയാഇൽ മത്റൂദീൻ. പ്രത്യേകിച്ച് കൊണ്ട് പലരും ഇന്ന് ഹജ്ജ് ചെയ്തവരാണ്. പരിശുദ്ധമായ മക്കാ ശരീഫിലുള്ളവരുടെ ഹജ്ജ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ എല്ലാ വഴികളും നീ സന്തോഷമുള്ളതാക്കണേ അല്ലാ. പരിശുദ്ധമായ ഹജ്ജിൽ നിന്ന് പോകാൻ ഞങ്ങൾക്കും തൗഫീഖ് തരണേ അല്ലാ. പവിത്രമായ ഉംറ ചെയ്യാൻ വിധി കൂട്ടണേ അല്ലാ. ഒരിക്കലെങ്കിലും അവിടെ എത്താൻ നീ സഹായിക്കണേ അല്ലാ. പോയവർക്ക് ഇനിയും അവിടെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എത്ര കണ്ടാലും മതി വരാത്ത പരിശുദ്ധ റൗള ശരീഫിൽ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, സാധുവായ എന്നോടൊപ്പം വരുന്ന മാസത്തിൽ ഉംറ തിരിക്കുന്ന പലരുമുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. യാത്ര നീ എളുപ്പത്തിലാക്കണേ അല്ലാ. വഴികളൊക്കെ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. اللهم اغفر لنا وارحمنا ولمن أعاننا ولجميع المؤمنين والمؤمنات. ഇന്നത്തെ ദിവസത്തിൽ ദുആഇന് വേണ്ടി ഒരു അല്പനേരം ഞങ്ങൾ തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗ്യ നിമിഷമായി നീ ഇതിനെ രേഖപ്പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. محمد صلى الله عليه وسلم. اللهم صل على محمد. الحمد لله رب العالمين. السلام ورحمة الله. تقبل الله. السلام عليكم. السلام يا رب. تقبل الله. السلام ان شاء الله. السلام عليكم. ما شاء الله. السلام السلام ما خير مبارك. تقبل الله. السلام عليكم. ما شاء الله. ان شاء الله الله خيرك.